എവിടെ പോയി നമ്മുടെ ഫാൻസ് അസോസിയേഷനുകൾ? ഫാൻസ് അസോസിയേഷൻ എന്ന പേരിൽ ഈ നമ്മുടെ സമൂഹത്തിൽ കുറെ കോപ്രായങ്ങൾ കാട്ടി നടന്നവർ എങ്ങോട്ട് പോയി? ആർക്കും മിണ്ടാട്ടമില്ല. നിങ്ങൾ സൂപ്പർമാനാണ്, സൂപ്പർ സ്റ്റാറുകളാണ്, ദൈവത്തിലെക്കാളും ഞങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങളുടെ ചലച്ചിത്ര നടന്മാരാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടു നടന്ന ചലച്ചിത്ര നടന്മാർ ഇപ്പോഴെങ്ങോട്ട് പോയി? എന്തേ അവർ മിണ്ടാത്തത്? എന്തുകൊണ്ട് അവർ മൗനികളായി? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതേക്കുറിച്ചൊന്നും ഈ ഫാൻസ് അസോസിയേഷൻ നേതാക്കൾക്കൊന്നും പറയാൻ കഴിയാത്തത്? നിങ്ങൾ സൂപ്പർ സ്റ്റാറുകളുടെ ചട്ടുകങ്ങളായി കുറേ കാലം നടന്നിരുന്നല്ലോ. നമ്മുടെ നാട്ടിൽ ഫാൻസ് അസോസിയേഷൻ നടത്തിയ ചില കോപ്രായങ്ങൾ പലതും കണ്ടതാണ്. ഒരു നടൻ്റെ, പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ, മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ ദിലീപിൻ്റെ, ഇങ്ങനെ കുറേ പേരുടെ സിനിമകൾ വരുമ്പോൾ അവരുടെ കട്ടൗട്ടുകൾ ഉയർത്തിയിട്ട് അതിൻ്റെ മുന്നിൽ ചെണ്ട കൊട്ടി നൃത്തം ചെയ്യുക, എന്നിട്ട് കട്ടൗട്ടുകൾക്ക് മുന്നിൽ, തിയേറ്ററിന് മുന്നിൽ ഉയർത്തുന്ന കട്ടൗട്ടുകൾ എത്രയും പൊക്കത്തിന് ഉയർത്തുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറി പാലഭിഷേകം നടത്തുക. അത് മലയാള നടന്മാരല്ല, പ്രത്യേകിച്ച് നാട്ടിൽ നിന്നുള്ള നടന്മാരെയും കർണാടകയിൽ നിന്നുള്ള നടന്മാരുടെയും കട്ടൗട്ടുകൾ കൊണ്ടുവന്ന് വെച്ചിട്ട് അവരുടെ തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോൾ പുലർച്ചെ 3 മണിക്കും 2 മണിക്കും ഉണർന്നെഴുന്നേറ്റ് അവിടെ ചെണ്ടമേളവും നടത്തി നൃത്തം ചെയ്യുക. ഇതൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. ഒരുപക്ഷെ കേരളത്തിൽ നിന്നും അന്യമായ കാഴ്ചകളായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ പിന്നീട് അത് കേരളത്തിലേക്കും വന്നു. കേരളത്തിൽ സമൂഹത്തിന് അത് അത്ര വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമല്ലെങ്കിൽ പോലും കുറെ പിള്ളേർ അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടു പോയി. ഇനി ഈ ഫാൻസ് അസോസിയേഷനുകൾ ഒന്ന് ആലോചിക്കുക, എന്തുകൊണ്ട് നിങ്ങളുടെ സൂപ്പർ സ്റ്റാറുകൾ ഇപ്പോൾ മിണ്ടുന്നില്ല? തിന്മയ്ക്കെതിരെ, ക്രൂരന്മാർക്കെതിരെ, സമൂഹത്തിൽ ക്രൂരതയും തിന്മയും അതുപോലെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനവും നടത്തുന്നവരെ കയ്യോടെ നേരിട്ട് ചെന്ന് പഞ്ച് ഡയലോഗ് അടിച്ച് അവനെ വീഴ്ത്തുകയും അവനെ ഇടിച്ച് പരിപ്പാക്കുകയും അവനെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ആ ധീര നായകന്മാർ നിങ്ങളുടെ എവിടെ പോയി? ആ നായകന്മാരെ അവതരിപ്പിച്ച നടന്മാരെ നിങ്ങൾ സൂപ്പർ സ്റ്റാറുകളായിട്ട് വാഴിച്ചു കൊണ്ട് നടന്നു. നിങ്ങൾ നിങ്ങളുടെ രക്ഷാകർത്താക്കളെക്കാളും ഞാൻ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്തത് നിങ്ങൾ ഈ സൂപ്പർ സ്റ്റാറുകളെയാണ്. അപ്പോൾ ഈ സൂപ്പർ സ്റ്റാറുകൾ ഇപ്പോൾ മിണ്ടാട്ടമില്ല, ഉരിയാട്ടമില്ല, രാജിവെച്ച് പുറത്തു പോയിരിക്കുന്നു. തനിച്ച് രാജിവെക്കാൻ, ഒറ്റയ്ക്ക് രാജിവെക്കുന്നത് തനിക്ക് ക്ഷീണമാണെന്ന് തോന്നിയുകൊണ്ട് കൂട്ടത്തോടെ രാജിവെക്കാനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുന്നു. ഞാൻ ആ ഒരു വ്യക്തിയെയും ഒരു നടന്മാരെയും കുറ്റം പറയുന്നില്ല, യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയാം. മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ യാഥാർത്ഥ്യങ്ങൾ പറയുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫാൻസ് അസോസിയേഷൻകാരോട് ഒരു ചെറിയൊരു അഭ്യർത്ഥനയുണ്ട്. ഈ സൂപ്പർ സ്റ്റാറുകൾ ഇങ്ങനെ തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന, തിന്മയ്ക്കെതിരെ പടപൊരുതുന്ന ഈ ക്രൂരന്മാരെയും സാമൂഹ്യ വിരുദ്ധരെയും അക്രമികളെയും സധൈര്യം നേരിടുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്നത് ആദ്യം തിരക്കഥാകൃത്താണ്. തിരക്കഥാകൃത്തിന്റെ മനസ്സിൽ വർഷങ്ങളോളം ആ കഥാപാത്രം കിടന്ന് വളർന്ന് അയാൾ അതിനെ മനസ്സിന്റെ ഉലയിലിട്ട് പഴിപ്പിച്ച് വീണ്ടും അതിനെ ഉരുട്ടിയെടുത്ത് വീണ്ടും അടിച്ചു നീട്ടി വീണ്ടും പഴിപ്പിച്ചെടുത്തിട്ടാണ് ആ കഥാപാത്രത്തെ ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അയാൾക്ക് നിങ്ങളെ രോമാഞ്ചം കൊള്ളിക്കുന്ന ഡയലോഗുകൾ എഴുതി വയ്ക്കുന്നതും ആ തിരക്കഥാകൃത്താണ്. എന്നിട്ട് അയാളെ കൊണ്ട് ആക്ഷൻ പറയിപ്പിച്ചിട്ട് ചലിപ്പിക്കുന്നത് ഒരു ഡയറക്ടറാണ്. ഈ 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് സിനിമയിൽ ഏറ്റവും പ്രധാനം. അവരാണ് നിങ്ങൾ ആരാധിക്കുന്ന നടന്മാരുടെ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത്. അവരാണ് യഥാർത്ഥത്തിൽ സൂപ്പർ സ്റ്റാറുകൾ. ആ തിരക്കഥാകൃത്തും അയാളെ കൊണ്ട് ആക്ഷൻ എന്ന് പറയുമ്പോൾ ചലിച്ചു തുടങ്ങുന്ന ആ നടനെയും ചലിപ്പിച്ച് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ചലനം ശരിയായില്ലെങ്കിൽ ഡയറക്ടർ കട്ട് പറഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ ചെയ്യിപ്പിച്ച് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അയാളെ പരൂപപ്പെടുത്തി എടുത്ത് കൊണ്ടുവരുന്ന 2 ആൾക്കാർ തിരക്കഥാകൃത്തും ഡയറക്ടർമാരാണ്. നിങ്ങൾ അവരെ ഓർമ്മിക്കുന്നില്ല, നിങ്ങൾ അവരെ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ അവരെ കുറ്റവും പറയും. പകരം അവരുണ്ടാക്കിയ, അവർ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്ന് കുറെ ഇടിയും തൊഴിയും പഞ്ച് ഡയലോഗും പറയുമ്പോൾ നിങ്ങൾ അവരെ സൂപ്പർ സ്റ്റാറുകളാക്കുന്നു. ഒന്ന് ആലോചിക്കുക, നിങ്ങൾ അവരെ ആരാധിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അവരുടെ തനിനിറങ്ങൾ കണ്ടു കഴിഞ്ഞു. ഒരു ചെറിയ വിഷയത്തിൽ പോലും പ്രതികരിക്കാൻ കഴിയാതെ ഓടി ഒളിക്കുന്ന സൂപ്പർ സ്റ്റാറുകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഫാൻസ് അസോസിയേഷനുകൾ ഒന്നുകൂടി കേരളത്തിൽ
ചിന്തിക്കണം, ആലോചിക്കണം. ഒരു നടന്റെ പേരിൽ ഫയർ സജഷൻ കൊണ്ടു നടന്ന ആ നടൻ ഇപ്പോൾ ഏകദേശം പ്രതിയായിട്ട് മാറി, ഒരു വലിയ കേസിൽ 8ാം പ്രതിയായിട്ട് മാറി, ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഈ ഹേമന്തകാലം, അതായത് ഹേമ കമ്മീഷൻ പുറത്തു വന്നതോടുകൂടി നിങ്ങൾ ആരാധിച്ചു കൊടുക്കുന്ന പ്രധാനപ്പെട്ട ചില സൂപ്പർ സ്റ്റാറുകളും മിണ്ടാതെ മാറിയിരിക്കുന്നു. നിങ്ങൾ സിനിമ കാണുക, സിനിമയെ ഇഷ്ടപ്പെടുക, സിനിമയിലെ ആ കഥാപാത്രത്തെ ഇഷ്ടപ്പെടുക. നിങ്ങൾ ആ അതിൽ അഭിനയിച്ച നടന്മാരെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, പക്ഷേ അവരെ ആരാധിച്ചുകൊണ്ട് നടക്കുകയും അവർക്ക് വേണ്ടി സമൂഹത്തിൽ കോപ്രായങ്ങൾ കാണിക്കുകയും ചെയ്ത് ഇനിയെങ്കിലും നിർത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ നിർത്തുക എന്ന് മാത്രമാണ് പറയാനുള്ളത്.